ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. എത്ര വേണ്ടെന്ന് വെച്ചാലും എത്ര പിരിഞ്ഞിരുന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഒരു കോണിൽ ഒരു കനൽ പോലെ അത് കത്തി കിടക്കും. ഒരു നാൾ അത് ആളിക്കത്തും. ആരെത്ര വിചാരിച്ചാലും നമുക്കതിനെ പിരിക്കാൻ സാധിക്കില്ല. അവർ ഒന്നിച്ചിരിക്കും. അതെ, വിമലാരാമനും രഞ്ജിത്തും. മലയാളി പ്രേക്ഷകർ ഇന്നും നെഞ്ചിലേറ്റി നടക്കുന്ന ഒരുപിടി സൂപ്പർ ഹിറ്റ് സിനിമയുടെ നായിക കൂടിയായിരുന്നു പ്രിയാരാമൻ. 1999 നേസം പുതുസ് എന്ന ചിത്രത്തിലൂടെ രണ്ടുപേരും കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു. സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു. എന്നാൽ 2015 രണ്ടുപേരും വേർപിരിയുകയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം രഞ്ജിത്ത് വേറൊരു ബന്ധത്തിൽ ഏർപ്പെടുകയും പ്രിയാരാമൻ ഒറ്റപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും 2 കുട്ടികളും ഒറ്റപ്പെടരുതെന്നുള്ള ചിന്തയിൽ പ്രിയാരാമൻ വീണ്ടും അഭിനയ ജീവിതത്തിലോട്ട് കാലെടുത്ത് വയ്ക്കുകയും പുതിയ സീരിയലുകൾ, നല്ല സീരിയലുകൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ രഞ്ജിത്തിൻ്റെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. എവിടെയോ എന്തെയൊക്കെ താളം തെറ്റിയതുപോലെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. രഞ്ജിത്തിൻ്റെ എവിടെയോ എന്തോ നഷ്ടപ്പെട്ടതുപോലെ. അതേ, പ്രിയാരാമനായിരുന്നു ആ നഷ്ടം. അത് മനസ്സിലായ രഞ്ജിത്ത് ആ ബന്ധത്തിൽ നിന്നും വേർപിരിയുകയും രഞ്ജിത്തിൻ്റെ മനസ്സിൽ കനലായി കടന്ന പ്രിയാരാമനെ ഒരു നോക്ക് കാണാനും പിന്നെയും പോവുകയും അവരുടെ ബന്ധം വീണ്ടും അടുക്കുകയും ചെയ്തു. അവരുടെ ബന്ധം പൂത്തൊലയുകയും ചെയ്തു. ഇതാരും അറിഞ്ഞില്ല ഈ ഒരു ബന്ധം. CTVയുടെ പ്രോഗ്രാം സ്റ്റേജിൽ വെച്ച് അവൻ്റെ പ്രണയിനിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ലോകത്തിനോട് വിളിച്ച് പറഞ്ഞു, ഇവളാണ് എൻ്റെ എല്ലാം, ഇവളില്ലെങ്കിൽ ഞാനില്ല. അങ്ങനെ ഒന്നിച്ചുള്ള ഒരു ജീവിതത്തിൽ തമിഴിലെ ബിഗ് ബോസ് എന്ന ഷോയിൽ രഞ്ജിത്തിന് വീണ്ടും ഒരു അവസരം കിട്ടുകയും അവർ തമ്മിൽ വീണ്ടും കുറേ കാലം കാണാതിരിക്കുകയും ചെയ്തു. കാണാതിരിക്കുമ്പോഴാണല്ലോ പ്രണയത്തിൻ്റെ തീവ്രത കൂടുന്നതും പ്രണയം എന്താണെന്ന് മനസ്സിലാവുന്നതും. അങ്ങനെ ഷോയിൽ നിന്നും പുറത്തു വരുന്ന രഞ്ജിത്ത് അവൻ്റെ പ്രണയിനിയെ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ പരസ്പരം സംസാരിക്കുകയും പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ചെയ്തു. അത്രയും നാൾ കാത്തിരുന്ന പ്രണയം, കാണാതിരുന്ന കണ്ടപ്പോഴുള്ള പ്രണയം, അതാണ് ശരിക്കുമുള്ള പ്രണയം, ട്രൂ ലവ്. അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കുമുള്ള പ്രണയമാണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ അടുത്ത ജന്മത്തിലായാലും ഒന്നിച്ചിരിക്കും. ശരിക്കുമുള്ള പ്രണയം, ട്രൂ ലവ് എപ്പോഴും മനോഹരമാണ്.